പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിശ്വാസമനുസരിച്ച് നമ്മളൊരു യാത്ര പുറപ്പെടും മുമ്പ് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ആ യാത്രയിൽ എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അപകട സാധ്യതകൾ എല്ലാം ഉണ്ടായി വരും എന്നാണ് പറയപ്പെടുന്നത്. പണ്ടുള്ളവർ തങ്ങളുടെ വാക്ക് ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അത്തരം കാര്യങ്ങളിൽ അധികമായിട്ടുള്ള അറിവില്ല. കാര്യം അന്നേ കാലത്ത് നമ്മൾ ശുഭലക്ഷണങ്ങൾ, സുഭാഷിതങ്ങൾ എല്ലാം കേട്ടിട്ടാണ് ഒരു യാത്ര പുറപ്പെടുന്നത്. എന്നാൽ ഇന്ന് പലരും നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ യാത്രയിൽ അതുപോലെയൊക്കെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ അരങ്ങേറിയിട്ടുള്ളത് ഒരുപാട് പേർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത, യാത്ര പുറപ്പെടും മുമ്പ് നമ്മുടെ കൂടെയുള്ള ബന്ധുക്കളടുത്തോ അല്ലെങ്കിൽ മറ്റൊരാളടുത്തോ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ വ്യക്തമായിട്ട് ഈ വീഡിയോ പറയുന്നുണ്ട്. ഏവർക്കും വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ യാത്ര പുറപ്പെടാൻ നേരത്ത് നമ്മൾ പറയാൻ പാടില്ലാത്ത ആദ്യത്തെ വാക്ക് ഏതെന്ന് വെച്ചാൽ പോകട്ടെ എന്ന് പറയുന്നതാണ്. ഒരു ഉദ്യമത്തിന് വേണ്ടിയിട്ട്, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു യാത്ര പുറപ്പെടുമ്പോൾ പോകട്ടെ എന്നുള്ളൊരു വാക്ക് നമ്മുടെ കൂടെ ഉള്ളവരടുത്ത് പറയരുത്. കാര്യം പലപ്പോഴും നമുക്കറിയാം, പോയി വരട്ടെ, പോയി വരാം എന്നുള്ള രീതിയിൽ ഞാൻ ആ കാര്യം സാധിച്ചിട്ട് തിരികെ ഇവിടെ എത്തിക്കോളാം എന്നുള്ള രീതിയിൽ ശുഭത്വം നിറഞ്ഞ കാര്യങ്ങളാണ് പറയേണ്ടത്. ഒരിക്കലും പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമാണ്, അത് പിന്നെ ഇവിടേക്ക് തിരിച്ചു വരുന്നില്ല എന്നുള്ളൊരു സൂചനയാണ് ഈ പ്രകൃതിക്ക് കിട്ടുന്നത്. അയാളുടെ ലൈഫിൻ്റെ ഒരു എൻഡിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ഈ പോകട്ടെ, ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പോലെയാണ്. പിന്നെ അയാളുടെ മടക്കമില്ല എന്നുള്ളൊരു സൂചനയാണ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര പുറപ്പെടുമ്പോൾ ഒരിക്കലും നിങ്ങൾ പോകട്ടെ എന്നുള്ള കാര്യം പറയരുത്. പകരം പോയി വരാം, വരട്ടെ, കാണാം, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞോളൂ. പൊതുവിൽ അങ്ങനെയാണ് പലരും പറയാറുള്ളത്. എന്നാൽ അറിഞ്ഞുകൂടാത്ത പല വ്യക്തികളും പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോട്ടെ എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ. അപ്പോൾ അത് പാടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിടം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെല്ലുന്നു, ഡോക്ടർ നമ്മളെ പരിശോധിച്ച് മരുന്നൊക്കെ കുറിച്ച് തന്നിട്ട് നമ്മൾ പോയി വരട്ടെ എന്ന് ഡോക്ടറെ അടുത്ത് പറയാൻ പാടില്ല എന്ന് പറയണേ. പകരം പോട്ടെ എന്ന് പറയണം. കാര്യം ഈ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ കയറി ചെല്ലാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കരുത്. അതായത് ഹോസ്പിറ്റലുകളിലല്ല നമ്മൾ എന്നും ചെല്ലേണ്ടത്, നമ്മുടെ ആ രോഗം ഭേദമായി നമ്മളെ വീട്ടിൽ തന്നെ പോകണം എന്നുള്ള രീതിയിലാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഉള്ളത് പോയി വരട്ടെ എന്ന് പറഞ്ഞേക്കരുത് എന്നുള്ളതാണ്. വൈദ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും പോയി വരട്ടെ എന്ന് പറയരുത്. പകരം ആ അസുഖം ഭേദമാകണം, അതുകൊണ്ട് പോട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നത് അവിടെ ശുഭകരവുമാകുന്നു. രണ്ടാമത്തത്, ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ. ശരിക്കും പറഞ്ഞാൽ അവരുടെ യാത്രകൾക്ക് അവർക്ക് വലിയ ലക്ഷ്യമില്ല. ഇത് നടക്കുമോ നടക്കാതിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ വല്ലാതെ കൺഫ്യൂഷൻ ആക്കിയിരിക്കണം. അവർക്ക് വ്യക്തമായ ധാരണയില്ല. ഒരു ഭാഗ്യം സഹായിച്ചാൽ മാത്രമേ ഇനി കാഴ്ചകൾ, കൂട്ടിമുട്ടലുകൾ എല്ലാം ഉള്ളൂ എന്നുള്ളൊരു തീരുമാനം അവരുടെ ഉള്ളിലോ ഈ പ്രകൃതിയോ ഒരു നിശ്ചയം കൊടുത്തിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇങ്ങനെ ഭാഗ്യം എല്ലാത്തിനും വേണം, പക്ഷെ അതിന് അപ്പുറമാണ് ഈശ്വര നിശ്ചയം. അപ്പോൾ നമുക്ക് പറയണ ഈശ്വരൻ നമ്മളെ വീണ്ടും കൂടി കാണാൻ അനുവാദം തരട്ടെ എന്നുള്ള രീതിയിൽ ശുഭപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അല്ലാതെ ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം, എന്തോ അനിശ്ചിതത്വം അവിടെ ഇല്ല, ഇനി കഴിയില്ല എന്നൊക്കെയുള്ള തോന്നൽ ദ്യോതിപ്പിക്കുന്ന തരത്തിലേക്ക് പറയരുത്. ആ കാര്യം, ആ ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലാണ് ആ വാക്പ്രയോഗം. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കുക. മൂന്നാമത്തത്, പോയിട്ട് ഗുണമൊന്നുമില്ല എങ്കിലും പോയേക്കാം എന്ന് പറയുന്നത് ഒരു രണ്ടും കെട്ട മനസ്ഥിതിയോടുകൂടി ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങളുണ്ട്, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ശുഭാപ്തി വിശ്വാസമില്ലാതെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വിരസമായിരിക്കും, നമ്മുടെ ചിന്തയൊക്കെ വളരെ ബോറിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾ പലപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും നൽകാറില്ല. മാത്രമല്ല ഈ വിരസമായ യാത്ര പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളെ ഉണ്ടാക്കും. എപ്പോഴും ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അവിടെ എങ്ങനെയോ ആവട്ടെ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചിട്ട്, ശരി ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ നന്നാക്കും എന്ന് ഉള്ളിൽ ചിന്ത വച്ചുകൊണ്ട്
നന്നായി വരട്ടെ എന്നുള്ള ധ്യാനത്തോടു കൂടിയാവണം പോകേണ്ടത്. അല്ലെ പറഞ്ഞിട്ട് പോകുന്ന പ്രവചനപരമായിട്ടുള്ള വാക്ക് ഒരിക്കലും ഇത്തരത്തിലാവരുത്. അതായത് പോയിട്ട് ഗുണമൊന്നുമില്ല, വെറുതെയാണ് പോകുന്നത്, എന്നാലും പോയിട്ട് വരാം എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ പരമാവധി പ്രയോഗിക്കാതിരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ളൊരു സ്ഥാനത്തേക്കാണെങ്കിൽ നിങ്ങൾ പിന്നെ പോകണ്ട. പോയിട്ട് ഗുണമൊന്നും ഇല്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോകണ്ട. എന്തിനാണ് പോയിട്ട് ആ മനസ്സിൻ്റെ സ്വസ്ഥത കളയുന്നത്? അപ്പോൾ ഈ വാക്ക് നിങ്ങൾ ഒരിക്കലും പറയാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് കേട്ടോ. നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ റെക്കമെൻഡേഷനും നോട്ടിഫിക്കേഷനും യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരികയുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. നാലാമത്തെ കാര്യം പിൻവിളി എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ പോകുമ്പോൾ പുറകെ ഒന്ന് വിളിക്കല്ലേ എന്ന് പറയും. അതായത് മറ്റൊരാൾ ഇയാളെ പുറകെ ഒന്ന് ഒന്ന് നിന്നേ എന്നുള്ള രീതിയിൽ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പം വിളിച്ചുകൂടാ എന്നുള്ളത്, പേര് ചൊല്ലി വിളിച്ച് നിർത്തിക്കൂടാ എന്നാണ് പറയുന്നത്. കാര്യം ആ ഉദ്യമം തടസ്സപ്പെടാൻ അത് കാരണമാകും. ഒരു കാര്യത്തിനും പിൻവിളി, നല്ല വിജയം കാക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് പിൻവിളി പാടില്ല എന്നാണ്. ഒരമ്മയ്ക്ക് എപ്പോഴും മകളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അവൾ പരീക്ഷയ്ക്ക് ഇറങ്ങാൻ പോകുമ്പോൾ പെട്ടെന്ന് അമ്മ ഓടിച്ച് മോളെ നെല്ലെന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് വിടുന്നതാണ്. അങ്ങനെ ഞാൻ ഒരിക്കൽ ചോദിച്ചു, ആ കുട്ടിക്ക് ആദ്യം ഉമ്മ കൊടുത്തിട്ട് അവളെ അനുഗ്രഹിച്ചിട്ട് പരീക്ഷയ്ക്കൊക്കെ വിടൂ. ആ കുട്ടിയുടെ മാർക്കൊക്കെ കുറഞ്ഞു വരുന്നത് പലപ്പോഴും നിങ്ങളുടെ ഈ പിൻവിളി എന്ന് പറയുന്ന ശീലം ആ കുട്ടിക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിലും നമ്മൾ പിൻവിളി പറയരുത്. യാത്ര മംഗളങ്ങൾ നേരാം എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം, യാത്രയിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന ആശംസ. നമ്മൾ പൊതുവിൽ ഒരാൾ യാത്ര പോകുന്നു എന്ന് പറഞ്ഞാൽ ഹാപ്പി ജേണി എന്നൊക്കെയുള്ള രീതിയിൽ ആശംസാവചനമാണല്ലോ പറയാറുള്ളത്. ശുഭയാത്ര എന്ന് പറയും. എന്നാൽ ചിലർ ശിരസിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കണ കണ്ടിട്ടുണ്ട്. ഈ യാത്രയിൽ ഇയാൾക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഇയാളുടെ വാഹനം ഒന്നിൽ പോയി മുട്ടാതിരിക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് നല്ലതല്ലേ, ഇയാളെ അനുഗ്രഹിച്ചതാണല്ലോ എന്നുള്ളത്. എന്നാൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരിക്കലും നെഗറ്റീവ് പദങ്ങൾ ഉൾക്കൊള്ളുന്നതാകരുത്. യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ ഈ യാത്ര മംഗളകരമാകട്ടെ, ഈ യാത്രയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കട്ടെ എന്നുള്ള രീതിയിൽ ആശംസാവചനങ്ങളാണ് പറയേണ്ടത്. ഒരിക്കലും നെഗറ്റീവായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് അവിടെ ദ്യോതിപ്പിക്കരുത് എന്നുള്ളതാണ്. ഒരിക്കലും ഈ യൂണിവേഴ്സിൽ നമ്മൾ കൊടുക്കുന്ന വാക്കുകളുടെ നെഗറ്റീവ് തരംഗങ്ങൾ എത്തിച്ചേരരുത്. പകരം അതിൽ നിന്ന് കിട്ടാവുന്ന പോസിറ്റീവുകളാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ആറാമത്തെ കാര്യം, തട്ടിയും മുട്ടിയും പോകുന്നു എന്നുള്ള കാര്യം. അതായത് ഈ വാഹനത്തിൽ കയറി ഇരുന്നിട്ടൊക്കെ ആരെങ്കിലും ചിലപ്പോൾ ചിലർ ചോദിക്കും, ഇപ്പം ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? തട്ടിയും മുട്ടിയും പോകുന്നു, അങ്ങനെയൊക്കെ ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ? ഈ തരം വേർഡ്സ് ഒരിക്കലും ഉപയോഗിക്കരുതെന്നാണ്. പ്രത്യേകിച്ച് നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ചോദിക്കുന്ന സമയത്തൊന്നും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്. കാര്യം നമ്മുടെ വാഹനത്തിന് ചില അപകടങ്ങൾക്കൊക്കെ കാരണമാക്കുന്ന ചില തരംഗങ്ങളുണ്ട് ഈ പ്രകൃതിയാലുള്ളത്. അത് ഇതിലേക്ക് ആകർഷിക്കപ്പെടും ഇത്തരം വാക്കുകൾ നിരന്തരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർക്കുക. ഏഴാമത്തെ കാര്യം, ഒരാൾ പോകാൻ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അയാൾ നിന്നിട്ട് പറയും എനിക്കൊരു മോശം തോന്നലുണ്ട്, ഒരു കാര്യം ചെയ്യാൻ ഞാൻ വന്നിട്ട് പറയാം എന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഇങ്ങനെ ഒരിക്കലും പാടില്ലാത്തതാകുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മോശം തോന്നലുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ട് നിങ്ങൾ യാത്ര പോകുന്നതാണ് നല്ലത്. ഒരിക്കലും ഒരു മോശം ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ട് വന്നിട്ട് പറയാം എന്നുള്ള രീതിയിൽ അത് മനസ്സിലിട്ടുകൊണ്ട് സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ആ യാത്രയെക്കുറിച്ചുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമായിരിക്കാം. പക്ഷെ ഒരു മോശം ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ വന്നു പോയെങ്കിൽ ഒരു യാത്രാ ഉദ്യമത്തിന് തൊട്ട് മുമ്പ് അത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളടുത്ത് പറയണം. ഇന്നാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിട്ടെങ്കിലും, വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ പറയാമല്ലോ, ആ രീതിയിലെങ്കിലും പറയണം. അല്ലാതെ യാത്ര പുറപ്പെടരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്ര പുറപ്പെടുന്ന ആ സമയത്ത് പറയാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട നെഗറ്റീവ് കാര്യങ്ങളെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതിൽ ചിലതൊക്കെ നിങ്ങളെപ്പോഴും ചെയ്തു പോരുന്ന കാര്യമായിരിക്കും. എങ്കിലും ഒരിക്കലും അത് ഇങ്ങനെ മുന്നോട്ടുള്ള കാലയളവിൽ ഒരിക്കലും അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുട്ടികളെയും ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കണം. കാര്യം കുട്ടികൾക്ക് അറിവില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പ്രയോഗിച്ചേക്കാം. അതിനെ തിരുത്തുകയും വേണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ, ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.